റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് വ്ളോഡിമിർ സെലൻസ്കി. മെയ് 15-ന് തുർക്കിയിലെ ഇസ്താംബൂളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചു. ചർച്ചകൾക്ക് മുൻപ് 30 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന യുക്രൈന്റെ ആവശ്യം റഷ്യ അംഗീകരിച്ചിട്ടില്ല. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് റഷ്യൻ പ്രസിഡന്റ് യുക്രൈനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. ഈ മാസം 15-ന് ഇസ്താംബൂളിലായിരിക്കും ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുക. ചർച്ചയിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന നിലപാടാണ് പുടിൻ അറിയിക്കുന്നത്. നേരത്തെ കരിങ്കടലിലെ യുക്രൈൻ തുറമുഖങ്ങൾ ആക്രമിക്കില്ലെന്ന് റഷ്യ ഉറപ്പു നൽകിയിരുന്നു. യുക്രൈനിലെ വൈദ്യുതോർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടാകില്ലെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ഈസ്റ്ററിന് 30 മണിക്കൂറും വിക്ടറി ഡേയോടനുബന്ധിച്ച് 3 ദിവസവും യുക്രൈനിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. എന്നാൽ 30 ദിവസത്തെ വെടിനിർത്തൽ അടിയന്തരമായി വേണമെന്ന ആവശ്യമാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ റഷ്യയുടെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പുടിനുമായി സംസാരിക്കാൻ തയ്യാറെന്നും സെലൻസ്കി അറിയിക്കുന്നുണ്ട്. 3 വർഷമായി തുടരുന്ന യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പല ഘട്ടങ്ങളിലായി റഷ്യ മുന്നോട്ട് വച്ചത്. ചർച്ചകൾക്ക് സെലൻസ്കി തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന ശുഭസൂചനയായി അന്താരാഷ്ട്ര നിരീക്ഷകർ നീക്കങ്ങളെ കാണുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.